പുറപ്പാട് 17-ാം അധ്യായം അതിൻ്റെ 8 മുതൽ 16 വരെയുള്ള വാക്യങ്ങളെക്കുറിച്ചാണ് നാം ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. അമാലേക്യർ, അവരെക്കുറിച്ചാണ് ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത്. ഈ ഭാഗത്ത് നാം പഠിക്കാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞാൽ വിശ്വാസികളിൽ തന്നെയുള്ള ജഡ സ്വഭാവത്തിൻ്റെ നിഴലാണ്. ജനം രഫീദീമിലെത്തി. അവിടെ അവർക്ക് വെള്ളം കിട്ടാതെ വിഷമിച്ച സമയം ദൈവം അവർക്കായി പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിക്കുകയും അവർ അത് ദാഹം തീർക്കുവോളം കുടിക്കുകയും ചെയ്തിട്ട് അധിക സമയം കഴിഞ്ഞിട്ടില്ല. വിശ്വാസ ജീവിതത്തിൻ്റെ ഏതു ഘട്ടത്തിലും നമ്മെ ആക്രമിക്കുന്ന ശത്രുവാണ് നമ്മിൽ തന്നെ കുടികൊള്ളുന്ന ജഡസ്വഭാവം. അമാലേക്ക് എന്നത് എല്ലാം തീർത്തു നശിപ്പിക്കുന്ന ജനം എന്നാണ് അർത്ഥം. ജഡസ്വഭാവത്തെ തക്ക സമയങ്ങളിൽ കണ്ടുപിടിച്ച് കീഴ്പ്പെടുത്താതിരുന്നാൽ ഉണ്ടാകാവുന്ന അപകട സൂചന ഈ സംഭവത്തിലൂടെ നമുക്ക് കാണാം. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ കാണാൻ സാധിക്കും. ഏശാവ്, ഇസ്മായേൽ, ഉസിയാവ് മുതലായ അനവധി വ്യക്തികൾ ജഡസ്വഭാവത്തിന്റെ ചിത്രങ്ങളായി വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അമാലേക്യർ ദൂരത്തു നിന്നുള്ള ശത്രുക്കളല്ല. ഏശാവ് മുഖാന്തരം ഇസ്രായേലരോട് അവർ ബന്ധമുള്ളവരാണ് എന്ന് ഉൽപ്പത്തി പുസ്തകം 36-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം കാണിക്കുന്നു. എൻ്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെട്ടവനാണ് എൻ്റെ ശത്രു എന്ന് അബ്ശാലോമിനെ പറ്റി ദാവീദ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. 2 ശമൂവേൽ 16:11. മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് തന്നെ പുറപ്പെട്ട് അവനെ അശുദ്ധമാക്കുന്ന പല കാര്യങ്ങളെ പറ്റിയും നമ്മുടെ കർത്താവ് പറഞ്ഞിരിക്കുന്നു. മർക്കോസിന്റെ സുവിശേഷത്തിലാണ് അത് കാണുന്നത്. ശൗലിന്റെ ഗൃഹവും ദാവീദിന്റെ ഗൃഹവും തമ്മിൽ ദീർഘകാലം യുദ്ധം നടന്നു. എന്നാൽ ദാവീദിന് ബലം കൂടിക്കൂടിയും ശൗലിന്റെ ഗൃഹം ക്ഷയിച്ചും വന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. 2 ശമൂവേൽ 3:1. ജഡവും ആത്മാവും തമ്മിലുള്ള പോരാട്ടത്തിന്റെ ചിത്രമാണ് അവിടെ ഉള്ളത്. ശൗൽ ഗൃഹം ക്ഷയിച്ച് ഇല്ലാതെയായി പോകേണ്ടതിന് തന്നെയാണ്. സ്തോത്രം. അമാലേക്കിന്റെ പ്രധാന ലക്ഷണം ദൈവഭയമില്ലായ്മയാണ്. ആവർത്തനം 25:18 പറയുന്നു, ഇസ്രായേല്യരിൽ ക്ഷീണിച്ചും തളർന്നും പിന്നണിയിലേക്ക് മാറിയവരെയാണ് അമാലേക്ക് പിടിച്ചുകൊണ്ടുപോയത്. വിശ്വാസികൾക്കിടയിൽ ഇത്തരക്കാർ എന്നും ഉണ്ടായിരിക്കും. നിങ്ങളൊന്ന് സ്വയം വിചിന്തനം ചെയ്യുന്നത് നല്ലതാണ്. ദൈവവചന വായന, ധ്യാനം, പ്രാർത്ഥന, ആത്മീയ കൂട്ടായ്മകൾ, സഭയുടെ അഭിവൃദ്ധിക്കായി ചെയ്യേണ്ട വിവിധ ശുശ്രൂഷകൾ എന്നിവയിൽ നിന്നാണ് പിന്നണിയിലേക്ക് മാറുന്നവരാണിവർ. ആരാധനയെ ഗണ്യമാക്കാത്തവരും ബഹുമാനിക്കേണ്ടവരെ അപമാനിക്കുന്നവരും സഭായോഗങ്ങളെ അലങ്കോലമാക്കാൻ ശ്രമിക്കുന്നവരും ഒക്കെ ഇത്തരക്കാരാണ്. അമാലേക്കിന്റെ ഓർമ്മയെ ഭൂമിയിൽ നിന്ന് ഇല്ലായ്മ ചെയ്യുമെന്ന് ദൈവം ശപഥം ചെയ്തിരിക്കുകയാണ്. നമ്മുടെ കർത്താവിന്റെ പുനരാഗമനത്തിൽ നാം ഈ ജഡമയമായ ശരീരത്തിൽ നിന്ന് മഹത്വകരമായ ഒരു ശരീരത്തിലേക്ക് മാറ്റപ്പെടുമ്പോൾ ഈ കാര്യം അക്ഷരാർത്ഥത്തിൽ തന്നെ നിവർത്തിക്കപ്പെടും. അതുവരെ നാം ജഡശരീരത്തിൽ ഇരിക്കുന്നവരാകിയാൽ ജഡ സ്വഭാവത്തെ അമർച്ച ചെയ്തുകൊണ്ടിരിക്കേണ്ടതാണ്. ഇസ്രായേൽ ജനം കനാലിലെത്തുകയും അവരുടെ ഇഷ്ടപ്രകാരം ദൈവം അവർക്ക് ശൗലിനെ രാജാവായി കൊടുക്കുകയും ചെയ്ത ശേഷം അവൻ അമാലേക്കിനെ സംഹരിക്കുവാൻ നിയോഗിക്കപ്പെട്ടതും ആ വിഷയത്തിൽ ശൗലിനു പറ്റിയ പരാജയവും 1 ശമൂവേൽ 15 നാം വായിക്കുന്നു. നീ ചെന്ന് അമാലേക്കിനെ തോൽപ്പിച്ച് അവർക്കുള്ളതൊക്കെയും നിർമൂലമാക്കി കളക. അവരോട് കനിവ് തോന്നരുത്. പുരുഷന്മാരെയും സ്ത്രീകളെയും മുല കുടിക്കുന്നവരെയും കാള, ആട്, ഒട്ടകം, കഴുത എന്നിവരെയും സംഹരിച്ചു കളക എന്ന് ശമൂവേൽ ശൗലിനോട് പറഞ്ഞു. തോൽപ്പിക്കണം, നിർമൂലമാക്കണം, കനിവ് തോന്നരുത് എന്ന് മാത്രമല്ല, ഇങ്ങനെ ചെയ്യേണ്ടതിന്റെ എല്ലാ വിവരങ്ങളും പ്രസ്തുത കൽപ്പനയിൽ ഉണ്ട്. ഒന്നും അവ്യക്തമല്ല. എന്നാൽ ശൗല് ചെയ്തത് കേൾക്കുക. ശൗലും ജനവും ആഗാഗിനെയും ആട്, മാട്, തടിപ്പിച്ച മൃഗം എന്നിവയിൽ മേൽത്തരമായതിനെയും കുഞ്ഞാടുകളെയും ഉത്തമമായതിനെ ഒക്കെയും നിർമൂലമാക്കുവാൻ മനസ്സില്ലാതെ ജീവനോടെ സൂക്ഷിച്ചു. ഹീനവും നിസാരവുമായതിനെ ഒക്കെയും അവർ നിർമൂലമാക്കി കളഞ്ഞു. കേവലം നാമമാത്രമായ ഒരു അനുസരണം മാത്രമാണ് ശൗല് കാണിച്ചത്. നാം രാജാക്കന്മാരാണ്. രാജാക്കന്മാർക്ക് യുദ്ധം ഒഴിച്ചുകൂടാത്ത ഒന്നാണ്. യുദ്ധം ചെയ്യേണ്ട പ്രാധാന്യത്തെ ശത്രുവാണ് നമ്മിലുള്ള ജഡസ്വഭാവം. ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവർത്തികളെ മരിപ്പിക്കേണ്ടവരായ നാം റോമർ 8:13. പഴയ മനുഷ്യനെ അവന്റെ പ്രവർത്തികളോടുകൂടെ ഉരിഞ്ഞു കളയേണ്ട നാം കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3:9. മരിപ്പിച്ചതും ഉരിഞ്ഞു കളഞ്ഞതും ശൗൽ ചെയ്തതുപോലെ കേവലം നിസ്സാരമായതിനെ മാത്രമാണോ കൊന്നുകളയേണ്ട വല്ല സ്വഭാവത്തോടും നാം കനിവ് കാണിച്ചിട്ടുണ്ടോ?
ജഡസ്വഭാവത്തെ അതിന്റെ മുലകുടി പ്രായത്തിൽ തന്നെ നശിപ്പിച്ചു കളയാതിരുന്നാൽ അവ വളർന്നു വന്ന് നമ്മെ അടിമപ്പെടുത്തുക തന്നെ ചെയ്യും, സംശയമില്ല. മനസ്സിൽ എന്നുള്ളതാണ് സകല അനുസരണക്കേടിന്റെയും അടിസ്ഥാനം. ശൗലിന്റെയും ജനത്തിന്റെയും അടുക്കലേക്ക് വന്ന ശമൂവേലിനോട് ശൗല് പറയുകയാണ്, ഞാൻ യഹോവയുടെ കൽപ്പന നിവർത്തിച്ചിരിക്കുന്നു എന്ന്. അടിയങ്ങൾ പരമാർത്ഥികളാണ് എന്ന് യോസഫിനോട് അവനെ വിറ്റ സഹോദരന്മാർ പറഞ്ഞ സംഭവം ഇവിടെ ഓർത്തു പോകുകയാണ്. ദൈവം പറയുന്നത് അവൻ എന്നെ വിട്ടുമാറാതെ ഇരിക്കുന്നു എന്ന്, എന്റെ കൽപ്പനകളെ നിവർത്തിച്ചതുമില്ല എന്നത്രേ. ദൈവം വ്യക്തമായി പറഞ്ഞിരിക്കുന്ന കൽപ്പനകളെ ലംഘിക്കുകയും ദൈവം പറഞ്ഞിട്ടില്ലാത്ത ഘോഷയാത്രകളും ജ്ഞാപക പുസ്തകങ്ങളും ജ്ഞാപക സ്തംഭങ്ങളും നാട്ടലുകളുമാണ് ശൗലിനെ പോലെ ഇന്നത്തെ ക്രൈസ്തവ ലോകം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതിന്റെ തെളിവ് ദൈവകൽപ്പന നിവർത്തിക്കുന്നതാണ്. ദൈവകൽപ്പന ലംഘിക്കുന്നതോ ദൈവത്തെ ഹൃദയം കൊണ്ട് വിട്ടുമാറിയതിന്റെ തെളിവാണ്. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളും എന്നാണ് കർത്താവ് പറഞ്ഞത്. ഞാൻ യഹോവയുടെ കൽപ്പന പ്രമാണിച്ചിരിക്കുന്നു എന്ന് ശൗൽ പറയുമ്പോൾ എന്റെ ചെവിയിൽ എത്തുന്ന ആടുകളുടെ ഈ കരച്ചിലും ഞാൻ കേൾക്കുന്ന കാളകളുടെ മൂക്കറയും എന്ത് എന്ന് ശമൂവേൽ ശൗലിനോട് ചോദിച്ചു. ഒരു കാലത്ത് ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നതുമില്ല. രാജകോലാഹലം അവരുടെ ഇടയിൽ ഉണ്ട് എന്ന് സാക്ഷ്യം പ്രാപിച്ച ജനത്തിന്റെ നടുവിൽ ഇപ്പോൾ അമാലേക്യ കാളകളുടെ മൂക്കറയും ആടുകളുടെ കരച്ചിലുമാണ് കേൾക്കുന്നത്. പല ഭവനങ്ങളിൽ പല വിധത്തിൽ വളർത്തപ്പെട്ടതും പലവിധ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നതുമായ മൃഗങ്ങൾ അന്യോന്യം കണ്ടപ്പോഴുണ്ടായ പോർവിളികളാണ് ശമൂവേൽ കേട്ട ശബ്ദം. യഹോവയുടെ കൽപ്പന നിവർത്തിച്ചിരിക്കുന്നു എന്നുള്ള ഭാവത്തിൽ നന്ദി പറവാൻ കൂടി വന്ന കൊരിന്ത്യ വിശ്വാസികളോട് നിങ്ങളുടെ ഇടയിൽ ഭിന്നത ഉണ്ടെന്ന് ഞാൻ കേൾക്കുന്നു. 1 കൊരിന്ത്യർ 1:11 എന്ന് പൗലോസ് പറഞ്ഞത് നാം ഓർക്കുമല്ലോ. അവരുടെ ഇടയിലുള്ള ഈർഷ്യവും പിണക്കവും ബഹുദൂരം കേൾക്കാനിടയായി. 1 കൊരിന്ത്യർ 3:3 ഇപ്രകാരം പറയുന്നു, വിശ്വാസികൾ ചില ദോഷ സ്വഭാവങ്ങളെ കൊന്നു കളഞ്ഞുവെന്ന്. ആമേൻ, സ്തോത്രം. പറയുന്നത് ശരിയാണ്. പക്ഷെ കൊന്നു കളഞ്ഞതിനേക്കാൾ ദോഷം ചെയ്യുന്ന സ്വഭാവമല്ലേ ഇന്ന് കൊല്ലാതെ കൊണ്ടു നടക്കുന്നത്? മരണഭീതി നീങ്ങിപ്പോയി എന്ന് ആഗാഗ് പറഞ്ഞതുപോലെ 1 ശമൂവേൽ 15:32 യാതൊരു ഭയത്തിനും ആവശ്യമില്ലാതെ എത്രയെത്ര ജഡത്തിന്റെ ക്രിയകൾ വിശ്വാസികളിൽ കുടികൊള്ളുന്നുണ്ട്. ആഗാഗിനെ തുണ്ടം തുണ്ടമായി വെട്ടിക്കളഞ്ഞതുപോലെ ഈ സ്വഭാവങ്ങളെ നാം ഛേദിച്ചു കളയേണ്ടതാണ്. ദൈവത്തിന്റെയും ജനത്തിന്റെയും യാഗത്തിന്റെയും പേരിടലാണ് കൊല്ലാതെ പലതിനെയും ജീവനോടെ കൊണ്ടുവന്നത് എന്നാണ് ശൗൽ പറയുന്നത്. കൊന്നുകളഞ്ഞതിനോട് ചേർത്ത് തന്റെ പേരും കൊല്ലാത്തതിന്റെ കുറ്റം ജനത്തിന്റെ പേരിലും ശൗൽ ചുമത്തി. ഇതാണ് ജഡസ്വഭാവം. ഏതു നല്ല കാര്യമായിരുന്നാൽ പോലും അത് തെറ്റായ മനോഭാവത്തിൽ ചെയ്യുന്നത് ദൈവം അംഗീകരിക്കാതെ അനുസരണക്കേടായി പരിഗണിക്കുന്നതാണ്. സുവിശേഷ വേല നാം ചെയ്യേണ്ടതായ ഒരു ശുശ്രൂഷയാണ്. എന്നാൽ ഈർഷ്യവും പിണക്കവും നിമിത്തം സുവിശേഷം പ്രസംഗിക്കുന്നത് ശരിയല്ല എന്ന് പറയാം. അത് ഫിലിപ്പിയർ 1:15 കാണുന്നു. പ്രാർത്ഥന വിശ്വാസികൾക്ക് ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത ഒന്നാണ്. എന്നാൽ നിങ്ങൾ യാചിക്കുന്നുവെങ്കിലും നിങ്ങളുടെ ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിന് വല്ലാതെ യാചിക്കൊണ്ട് ഒന്നും ലഭിക്കുന്നില്ല എന്ന് യാക്കോബ് പറയുന്നു. യാക്കോബ് 5:14. പരിശുദ്ധാത്മ പ്രാപണം ഒരു പ്രധാന കാര്യമാണ്. എന്നാൽ പണവുമായി പത്രോസിനെ ശീമോൻ സമീപിച്ചതുപോലെ വഴികേടായി ആത്മാവിനെ പ്രാപിക്കുവാൻ ശ്രമിക്കുന്നത് ദൈവം അംഗീകരിക്കുകയില്ല. അപ്പോസ്തല പ്രവൃത്തി 8:18-19. സഭയിൽ യോഗ്യമായ ഭരണമുണ്ട്. അത് ദൈവം ചെയ്ത ക്രമീകരണമാണ്. എന്നാൽ ദിയത്രേഫോസ്മാരുടെ ദുർഭരണം ദൈവം സ്വീകരിക്കുകയില്ല. 3 യോഹന്നാൻ 9:10. ശൗൽ അമാലേക്കിനെ നിർമൂലമാക്കാതെ കൊണ്ടുപോയ വിഷയത്തിൽ ഒരു ന്യായവും ദൈവസന്നിധിയിൽ വിലപ്പോകയില്ലെന്ന് തുടർന്നുണ്ടായ സംഭവങ്ങൾ തെളിയിക്കുന്നു. കുന്നിൻ മുകളിൽ കൈ ഉയർത്തി നിൽക്കുന്ന മോശയെ കാണാം. ഇത് പ്രാർത്ഥനാ ജീവിതത്തെ കാണിക്കുന്നു. ജഡത്തെ കീഴ്പ്പെടുത്തിക്കൊണ്ട് ശക്തിയേറിയ ആയുധമാണ്. ജഡത്തെ കീഴ്പ്പെടുത്തുവാനുള്ള ശക്തിയേറിയ ആയുധമാണ് ആത്മാവിലുള്ള പ്രാർത്ഥന. മോശയുടെ കൈ ഉയർന്നിരിക്കുമ്പോൾ അമാലേക്ക് തോൽക്കും, കൈ താഴ്ത്തുമ്പോൾ അമാലേക്ക് ജയിക്കും. മോശയുടെ കൈക്ക് ഭാരം തോന്നിയപ്പോൾ അഹരോനും ഹൂര് 2 വശത്തു നിന്നും കൈ ഉയർത്തിപ്പിടിച്ചു. പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കുന്ന ഇത്തരം സ്നേഹിതന്മാർ നമുക്കും കാണും. കൈ പിടിച്ച് താഴ്ത്തുന്നവരെയല്ല നമുക്ക് വേണ്ടത്. പുരുഷന്മാർ വിശുദ്ധ കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കണം. 1 തിമോത്തിയോസ് 2:8. ഞാൻ എന്റെ കൈകളെ വിശുദ്ധ മന്ദിരത്തിലേക്ക് ഉയർത്തി. സങ്കീർത്തനം
8:2. നിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ കൈകളെ മലർത്തും. സങ്കീർത്തനം 63:4. വിശുദ്ധ മന്ദിരത്തിലേക്ക് കൈ ഉയർത്തി. സങ്കീർത്തനം 134:2. മലർത്തുന്നത് സന്ധ്യായാഗമായും തീരട്ടെ. സങ്കീർത്തനം 141:2. ഇത്യാദി പ്രയോഗങ്ങൾ സന്ധ്യായാഗസമയത്തും പ്രഭാതയാഗസമയത്തും വിശ്വാസികൾക്കുണ്ടായിരിക്കേണ്ട പ്രാർത്ഥനയെ കുറിക്കുന്നു. നേരം അസ്തമിക്കും വരെ മോശയുടെ കൈ ഉയർത്തിപ്പിടിച്ചതുപോലെ ഈ കൃപായുഗം അസ്തമിക്കുവോളം പ്രാർത്ഥനയിൽ നമുക്ക് ജാഗരിക്കാം. നിങ്ങളും പ്രാർത്ഥനയിൽ ജാഗരിക്കുക. താഴ്വരയിലെ യുദ്ധം. പുറപ്പാട് 17:9. ഇത് ദൈവവചനമാകുന്ന ആത്മാവിന്റെ വാൾ പ്രയോഗിക്കുന്നതിനെ കാണിക്കുന്നു. എന്നാൽ ക്രൂശീകരണം അമാലേക്കിലെ ഒടുവിലത്തെ ആളായ ഹാമാനെ കഴുകുമരത്തിൽ തൂക്കിയതോടെ അവരുടെ ചരിത്രം അവസാനിച്ചു. വിശ്വാസികൾ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിക്കേണ്ടതാണ്. ഗലാത്യർ 2:20, 5:24. പ്രാർത്ഥനയായാലും ദൈവവചനമായാലും സമർപ്പണത്താലും നമുക്ക് അമാലേക്കിനെ ജയിക്കാം. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. അതുതന്നെയാണ് അവിടെ പണിത യാഗപീഠത്തിന്റെ അർത്ഥം. പുറപ്പാട് 17:19. ദൈവം നിങ്ങളെ ഏവരെയും ഈ ഒരു പ്രബോധനത്താൽ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും ഈ നാളുകളിൽ ജഡത്തെ ജയിക്കേണ്ടതിനും നിങ്ങളുടെ സ്വയത്തെ ജയിക്കേണ്ടതിനും ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് അമാലേക്കെന്ന ശത്രുവിനെ തോൽപ്പിച്ചു കൊള്ളുക. ദൈവമേവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ.